അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ പാനിപൂരിയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഫുഡ്. അപ്പം നമ്മൾ പാനിപൂരി എല്ലാം നമ്മൾ സ്ട്രീറ്റ് ഫുഡായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ നമ്മൾ കണക്കാക്കാൻ വരട്ടെ, അതിനു മുമ്പ് പാനിപൂരിക്ക് പറയാനൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. പാനിപൂരി നമ്മുടെ നാട്ടിലേക്ക് വന്നത് തന്നെ നമ്മുടെ പുരാണങ്ങളിൽ നിന്നാണ് കേട്ടോ. പാനിപൂരി വന്നത് മഹാഭാരതത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എനിക്കറിയില്ല, ഇതൊരു പുതിയ അറിവാണോ നിങ്ങൾക്ക് അതെനിക്കറിയില്ല. പക്ഷേ ശരിയാണ് കേട്ടോ, പാനിപൂരി വന്നത് നമ്മുടെ ഐതിഹാസിക പുരാണമായ മഹാഭാരതത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു തരുന്നൊരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം പാഞ്ചാലി, അതായത് ദ്രൗപദി, പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദി, ഇവരെയൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം 5 പേരെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയായ കുന്തി ദേവിക്ക് ഒരു സംശയം വന്നു. അതായത് ദ്രൗപദി എൻ്റെ 5 മക്കളെ കല്യാണം കഴിക്കാൻ മാത്രം പ്രഗത്ഭയാണോ, അതിന് മാത്രം യോഗ്യയാണോ എന്നുള്ളത് ഒരു സംശയം വന്നു. അപ്പോൾ ഈ ദ്രൗപദിയുടെ ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുന്തി ഒരു സൂത്രം ചെയ്തു. ആ സൂത്രത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇത്രയും ടേസ്റ്റിയോടെയും ആസ്വദിച്ചും കഴിക്കുന്ന ഫുഡ് ഡിറൈവ്ഡ് ആയത്. കുന്തി ദേവിക്ക് നേരത്തെ തന്നെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതായത് ഈ വനവാസ കാലങ്ങളൊക്കെ ഇവരിങ്ങനെ കടന്നു പോകേണ്ടി വരുമെന്ന്. അപ്പോൾ ദ്രൗപദിയുടെ ഒരു കുറച്ച് റിസോഴ്സ് വെച്ചിട്ടും, ഒരു സ്കെയർ റിസോഴ്സസ് വെച്ചിട്ടും ദ്രൗപദിക്ക് ഈ 5 പേരെയും ഊട്ടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കുന്തി ദേവി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് മാവ്, അതായത് ഒരു റൊട്ടി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സഫീഷ്യൻ്റ് ആയ കുറച്ച് ഗോതമ്പ് മാവ് ദ്രൗപദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് കുറച്ച് കുക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഒന്ന് ഉരുളക്കിഴങ്ങും, അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളിയും ദ്രൗപദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് മാത്രം വെച്ചിട്ട് എൻ്റെ 5 മക്കളെയും നീ ഊട്ടണം, എന്നിട്ട് നീയും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ എന്നൊക്കെ പറഞ്ഞാൽ, ഭീമനെയൊക്കെ നമ്മൾ വൃഗോദരൻ എന്നാണല്ലേ പറയുക. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ആ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഭീമൻ അതുകൊണ്ട് വൃഗോദരൻ എന്നുള്ളൊരു പേര് തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ 5 പേരും ഞെട്ടിപ്പോയി. ഇത് എങ്ങനെയാ പറ്റുക, ഈ ഇത്ര കുറച്ച് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു റൊട്ടി മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവും, അത് മാത്രമല്ല കുറച്ച് ബാക്കി വന്ന ഉരുളക്കിഴങ്ങും പിന്നെ ഇത്തിരി പുളിയും കൊണ്ട് എങ്ങനെ ഞങ്ങൾ 5 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം എല്ലാവരിലും വന്നു കേട്ടോ. നമ്മുടെ ദ്രൗപദി ആള് ഭയങ്കര ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. ദ്രൗപദിയുടെ ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ അപാരമാണ്. അപ്പോൾ ദ്രൗപദി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂരികളെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന പാനിപൂരിയുടെ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി, അതിനുശേഷം ആ ഉരുളക്കിഴങ്ങിനെ നല്ലോണം വേവിച്ചെടുത്തു. അതിനുശേഷം ആ പുളി ഇത്തിരി വെള്ളത്തിൽ കലക്കി, എന്നിട്ട് കുറച്ചൊന്ന് കാട് കയറിപ്പോയി കുറച്ച് സ്പൈസസ് ഒക്കെ കളക്ട് ചെയ്ത് വന്ന് ആ പുളിയിലേക്ക് മിക്സ് ചെയ്ത് എടുത്തു. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മുളക് പൊടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു. ഈ കുഞ്ഞുതായി ഉണ്ടാക്കിയ പൂരിയെ വറുത്തെടുക്കുകയും ചെയ്തു. എന്നിട്ട് കുന്തി ദേവിയുടെ മുന്നിൽ കൊണ്ടുപോയി എത്തിച്ചു. അപ്പം നമ്മൾ ഈ ഒരു ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ചപ്പാത്തി അല്ല അവരൊന്നും ഇതാവുക. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞ ഒരു ചപ്പാത്തി അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഈ കുഞ്ഞു പൂരികൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കുറച്ച് എണ്ണം വന്നു. അതിനുശേഷം ഈ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കുന്തി ദേവിയുടെ അടുത്ത് പോവുകയുണ്ടായി ദ്രൗപദി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കുന്തി ദേവിക്ക് മനസ്സിലായി തൻ്റെ മരുമകൾ ഭയങ്കര ബുദ്ധിശാലിയാണ് എന്നുള്ളത്. അപ്പോൾ കുന്തി ദേവി എന്നിട്ടും അറിയാത്ത ഭാവത്തിൽ ഇരുന്നിട്ട് ചോദിച്ചു, ഇതുകൊണ്ട് എങ്ങനെയാ ഇത് കഴിക്കുക, ഇതിങ്ങനെ കൊണ്ടു തന്നിട്ട് നീ ഇത് ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട്, ഇതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, ഈ ഭക്ഷണത്തെ ഞാൻ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കേണ്ട രീതിയും നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ദ്രൗപദി തന്നെയാണ്. അങ്ങനെ ഒരു പൂരി എടുത്ത് അതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് വെച്ച് ആ പുളിയും സ്പൈസസും കലക്കിയ വെള്ളത്തിലേക്ക് അതിനെ ഒന്ന് മുക്കിക്കോരിയെടുത്ത് ഒറ്റ അടിക്ക് വായിലിട്ടു. അത് ആദ്യം നമ്മുടെ ഭീമസേനൻ അത് രുചിച്ച് നോക്കി. ഭീമസേനൻ പറഞ്ഞു,
അത്യുഗ്രം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കാരണം ഭീമനെ കൊടുക്കാൻ കാരണം എന്താ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ 5 പേരിലും വെച്ചിട്ട് ഏറ്റവും നന്നായി കുക്കിംഗ് അറിയുന്ന ആള് ഭീമനാട്ടോ. ഭീമൻ വനവാസ സമയത്ത്, അതായത് അജ്ഞാതവാസ സമയത്ത് മത്സ്യരാജ്യത്ത് ഭീമന്റെ വേഷം എന്തായിരുന്നു വെച്ചാൽ വല്ലഭനായിരുന്നു. അതായത് ആ മത്സ്യദേശത്തെ കൊട്ടാരത്തിലെ അടുക്കളയിൽ കുക്കായിരുന്നു ഭീമൻ. അപ്പോൾ ഭീമൻ എന്ന് പറഞ്ഞ വ്യക്തി അസലായി കുക്ക് ചെയ്യുകയും ചെയ്യും, അസലായി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഭക്ഷണത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഭീമൻ. അപ്പോൾ ഭീമൻ അത് കഴിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സൂപ്പറായിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചിട്ട് ദ്രൗപദി ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു. ആൻഡ് ആ ഭക്ഷണം അന്ന് എല്ലാവരും ഇത് കഴിക്കുകയും ചെയ്തു. പിന്നെ കൊട്ടാരത്തിൽ അന്ന് അത് ഒരു ന്യൂ ഡിഷായിട്ട് അതിനെ പ്രഖ്യാപിച്ചു. പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളിപ്പോൾ ഇന്ന് ഈ 21st സെഞ്ച്വറിയിൽ നിൽക്കുന്ന കുട്ടികളടക്കം പാനിപൂരി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതായത് പാനിപൂരി കഴിക്കാത്ത ആരും നമ്മളുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ ഒരു കോളേജ് വിട്ട് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിംഗ്, പാരൻസും ഫ്രണ്ട്സൊക്കെ ആയപ്പോൾ ഒരു ഷോപ്പിംഗ് ചെയ്ത് വരുമ്പോഴോ, അല്ലെങ്കിൽ ഇന്ന് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സിലടക്കം നമുക്ക് ഇന്ന് പാനിപൂരി വിവിധ തരത്തിൽ കിട്ടാറുണ്ട്. അത് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് തൊട്ടിട്ട് സാധാരണ ഒരു റോഡ് സൈഡ് കടകളിലടക്കം ഇന്ന് പാനിപൂരി നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്നുണ്ട് അല്ലേ. സോ അത് ഇന്ന് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതെനിക്ക് ഞാൻ പല വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് എനിക്ക് കണ്ടപ്പോൾ എനിക്കതൊരു അധികം ഈ വീഡിയോസ് അതിനെ പറ്റിയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്കത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലവ് യു ഓൾ. പിന്നെ എന്താണ് വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യൂ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ.